أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يعجبك قوله في الحياة الدنيا ويشهد الله على ما في قلبه وهو ألد الخصام وإذا تولى سعى في الأرض ليفسد فيها ويهلك الحرث والنسل والله لا يحب الفساد وإذا قيل له اتق الله أخذته العزة بالإثم فحسبه جهنم ولبئس المهاد ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. സൂറ അൽ-ബഖറയിലെ 205 ആയത്തിന്റെ അർത്ഥം, ഇഹലോക ജീവിതത്തെക്കുറിച്ച് നിനക്ക് വളരെ കൗതുകമുണ്ടാക്കുന്ന വാക്ക് പറയുകയും സംസാരിക്കുമ്പോൾ തങ്ങളുടെ മനസ്സിലുള്ളതിന് അള്ളാഹുവിനെ സാക്ഷി നിർത്തുകയും ചെയ്യുന്ന ചിലരും മനുഷ്യരിലുണ്ട്. യഥാർത്ഥത്തിൽ അവർ കടുത്ത കുതർക്കികളാണ്. സയ്യിദ്ന മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, ഈ ആയത്തിൽ പറയുന്നത് ലോകത്തുള്ള ചില ആളുകൾ അവർ ഏതെങ്കിലും സദസ്സിലിരുന്ന് ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവർ എത്രമാത്രം ബുദ്ധിമാന്മാരും വിവേകികളുമാണെന്ന്. ലോകത്തിൻ്റെ സകല വിജ്ഞാനങ്ങളും അവർക്കറിയാമെന്നും അവരുടെ ബുദ്ധിക്ക് മുന്നിൽ മറ്റാർക്കും എത്താൻ സാധിക്കുകയില്ല എന്നും തോന്നിപ്പോകും. പിന്നീട് അവർ തങ്ങളുടെ മതനിഷ്ഠയെക്കുറിച്ച് അത്രയേറെ ഉറപ്പ് മറ്റുള്ളവർക്ക് നൽകുന്നതാണ്. അവർ പറയും, ദൈവമാണ് സത്യം, ഞങ്ങളുടെ ഹൃദയത്തിൽ എത്രമാത്രം നന്മകൾ നിറഞ്ഞിരിക്കുന്നുവെന്ന് ആർക്കും അറിയുകയില്ല. എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് അള്ളാഹു പറയുന്നു, നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ഏറ്റവും മോശമായ ശത്രുക്കൾ ഇവരായിരിക്കും. ഇവർ ശത്രുതയിൽ കഠിനമനസ്കരും നിങ്ങൾക്കെതിരെ അപകടങ്ങൾ സൃഷ്ടിക്കുന്നവരുമാണ്. അവർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും, മുസ്ലിം എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ സദസ്സിലിരിക്കുമ്പോൾ അവർ സദസ്സിനെ മുഴുവൻ കയ്യിലെടുക്കുകയും തങ്ങളുടെ ഭയഭക്തിയെക്കുറിച്ച് സത്യം ചെയ്യുകയും ചെയ്യും. തങ്ങളുടെ ഹൃദയം ജനങ്ങൾക്കായി ഉരുകുകയാണെന്ന് അവർ അവകാശപ്പെടും. കാണുന്നവരും കേൾക്കുന്നവരും കരുതും അവർ വലിയ പുണ്യാത്മാക്കളാണെന്ന്. അവർ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യുകയും അള്ളാഹു ആണ് തങ്ങളുടെ ഹൃദയത്തിലെ ആത്മാർത്ഥതയ്ക്ക് സാക്ഷിയെന്നും ഞങ്ങൾ സുഹൃത്തുക്കളുടെ നന്മയ്ക്കായി മാത്രമാണ് ഇത് ചെയ്യുന്നതെന്നും അവർ പറയും. അള്ളാഹു പറയുന്നു, അത്തരം ആളുകളുടെ മിനുസമാർന്ന വാക്കുകളിൽ നിങ്ങൾ വഞ്ചിതരാകരുത്. അത്തരം ആളുകളെ കാണുമ്പോൾ ഉടൻ ലാ ഹൗല വലാ ഖുവ എന്ന് ചൊല്ലി അവരിൽ നിന്നും മാറി നിൽക്കുക. നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് ഒരു ശൈത്താനാണെന്ന് മനസ്സിലാക്കുക. അവർ സത്യം ചെയ്തും തങ്ങളുടെ ആത്മാർത്ഥത ജനങ്ങളെ ബോധ്യപ്പെടുത്തിയും വഞ്ചിക്കുകയും ചതിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ആയത്തിൽ പറയുന്നു, അവർ അധികാരം കരസ്ഥമാക്കി കഴിഞ്ഞാൽ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയും ഉൽപ്പന്നങ്ങളെയും മനുഷ്യ സന്തതികളെയും നശിപ്പിക്കുകയും ചെയ്യുവാൻ ഓടി നടക്കുന്നതാണ്. എന്നാൽ അള്ളാഹു കുഴപ്പത്തെ ഇഷ്ടപ്പെടുന്നില്ല. ഹുസൂർ പറയുന്നു, ഇവിടെ പറയുന്നത് അത്തരം ആളുകൾക്ക് അധികാരം ലഭിച്ചാൽ അവരുടെ അവസ്ഥ ഇതാണ്. അവർ അധികാരം കൈക്കലാക്കിയാൽ ജനങ്ങളെയും രാജ്യത്തെയും സേവിക്കുന്നതിന് പകരം ജനഹൃദയങ്ങളിൽ അസ്വസ്ഥതയും സമാധാനക്കേടും ഉണ്ടാക്കുന്ന തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങും. ഇതിലൂടെ ഒരു ഗോത്രം മറ്റൊരു ഗോത്രത്തോടും ഒരു മതവിഭാഗം മറ്റൊരു മതവിഭാഗത്തോടും പോരടിക്കാൻ തുടങ്ങുന്നതാണ്. രാജ്യത്ത് അരാജകത്വം ഉണ്ടാകും. ഇത്തരം വഴികൾ അവർ സ്വീകരിക്കുന്നത് മൂലം രാജ്യത്തിൻ്റെ നാഗരികവും സന്മാർഗികവുമായ അവസ്ഥ നശിക്കുകയും വരും തലമുറകൾ പാഴായി പോവുകയും ചെയ്യുന്നതാണ്. ഈ ആയത്തിൽ ഹർസ് എന്ന വാക്ക് വിശാലമായിട്ടുള്ളൊരു അർത്ഥത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹുസൂർ പറയുന്നു, രാജ്യത്തിൻ്റെ നാഗരിക വികാസത്തിന് സഹായിക്കുന്ന സകല മാർഗങ്ങളെയും അത് സൂചിപ്പിക്കുന്നു. ആ മാർഗങ്ങൾ നശിപ്പിക്കുവാൻ അവർ പരിശ്രമിക്കുന്നു. അവർ അത്തരം നിയമങ്ങളാണ് നിർമ്മിക്കുന്നത്. അത് ജനങ്ങളുടെ സംസ്കാരത്തെ നശിപ്പിക്കുകയും സാമ്പത്തികമായി തകർക്കുകയും ചെയ്യുന്നു. മനുഷ്യവംശത്തിൻ്റെ പുരോഗതിക്ക് അവർ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു.
വരും തലമുറകളുടെ ബുദ്ധിശക്തിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളാണ് അവർ ഉണ്ടാക്കുന്നത്. അവസാനം അള്ളാഹു പറയുന്നു, വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, അള്ളാഹു ഒരിക്കലും ഫസാദ് ഇഷ്ടപ്പെടുന്നില്ല. അതിനാൽ അത്തരം രാജാക്കന്മാരും ഭരണാധികാരികളും അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ വെറുക്കപ്പെട്ടവരാണ്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ യഥാർത്ഥ ഭരണാധികാരി ജനങ്ങൾക്ക് സമാധാനം ഉറപ്പിക്കുന്നവനാണെന്ന് ഈ വചനം വ്യക്തമായ രീതിയിൽ പറയുന്നു. ചുരുക്കത്തിൽ സകല വിധത്തിലുള്ള സമാധാനവും ധനവും ജീവനും സംരക്ഷിക്കുക എന്നത് ഒരു ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. രാജ്യത്തിന്റെ പുരോഗതിക്കും ജനക്ഷേമത്തിനുമായി എപ്പോഴും നിലകൊള്ളാൻ അവർ ബാധ്യസ്ഥരാണ്. അടുത്ത ആയത്തിൽ പറയുന്നത്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് അവരോട് പറയപ്പെടുമ്പോൾ ദുരഭിമാനം അവരെ കൂടുതൽ പാപത്തിൽ പിടിച്ചു നിർത്തുന്നു. അതുകൊണ്ട് അവർക്ക് പ്രതിഫലമായി നരകം മതിയായതാണ്. അത് ഏറ്റവും ചീത്തയായ സങ്കേതം തന്നെ. ഇവിടെ പറയുന്നത്, അള്ളാഹുവിനെ ഭയപ്പെടൂ എന്ന് അവനോട് പറയപ്പെടുമ്പോൾ, അതായത് നീ ഒന്നുമായിരുന്നില്ല, നിനക്ക് ലഭിച്ചതെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ഔദാര്യവും കാരണമാണ് എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ അവൻ്റെ വ്യാജമായ അന്തസ്സിന് അത് ക്ഷതമേൽപ്പിക്കുന്നു. അവൻ്റെ ദുരഭിമാനം അവനെ വീണ്ടും പാപങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഇതിന് രണ്ട് അർത്ഥങ്ങൾ ഹുസൂർ നൽകുന്നുണ്ട്. ഒന്ന്, അവൻ്റെ മുൻകാല പാപങ്ങൾ കാരണമായി അവൻ്റെ ഹൃദയത്തിൽ ദുരഭിമാനം കുടിയിരിക്കുകയും അത് അവനെ സന്മാർഗത്തിൽ നിന്നും കൂടുതൽ അകറ്റുകയും ചെയ്യുന്നു. രണ്ട്, വ്യാജമായ അന്തസ്സ് നിലനിർത്താൻ വേണ്ടി അവൻ കൂടുതൽ പാപങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു. അള്ളാഹു പറയുന്നത്, നിങ്ങൾക്കൊരു പക്ഷേ ആളുകളെ വഞ്ചിക്കാൻ സാധിച്ചേക്കാം, പക്ഷെ നരകം മാത്രമാണ് നിങ്ങളുടെ അന്തിമ സങ്കേതം. അത് എത്ര മോശമായ സങ്കേതമാണ്. പലരോടും തങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് തിരുത്താൻ വേണ്ടി പറയുമ്പോൾ, അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ അവർ സ്വയം തിരുത്താൻ തയ്യാറാകുന്നില്ല. പകരം ദുരഭിമാനം മൂത്ത് അവർ ഭ്രാന്തമായ രീതിയിൽ പെരുമാറുകയും ഉപദേശം നൽകുന്നവനോട് മത്സരിക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്യുന്നു. ഹുസൂർ പറയുന്നു, ഇവിടെ ഇതിനർത്ഥം ആർക്കും ആരോടും എവിടെ വെച്ചും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം എന്നുള്ളതല്ല. ആരെങ്കിലും ഒരാളുടെ കുറവോ തെറ്റോ കാണാൻ ഇടയായാൽ കവലകളിൽ വെച്ച് അയാൾ അപമാനിക്കരുത്. ഉപദേശിക്കുന്നത് എപ്പോഴും രഹസ്യമായിട്ടായിരിക്കണം. ഉപദേശിക്കുന്ന ആൾ സ്വയം പദവിയും യോഗ്യതയും നോക്കണം. അതുപോലെ താൻ ഉപദേശിക്കുന്നയാൾ അത് ഉൾക്കൊള്ളാൻ പ്രാപ്തനാണോ എന്നും നോക്കണം. അത് വിപരീത ഫലം ഉണ്ടാക്കാൻ പാടുള്ളതല്ല. ചുരുക്കത്തിൽ, തെറ്റ് ചെയ്യുന്നവർക്ക് അത് സഹിക്കാനുള്ള കരുത്തുണ്ടാകണം. ഉപദേശിക്കുന്നവർ തികഞ്ഞ വിവേകത്തോടെയും ഗുണകാംക്ഷയോടെയും അത് ചെയ്യേണ്ടതാണ്. ഉപദേശിക്കുന്നത് ഒരാളെ ജനമധ്യത്തിൽ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയാകരുത്. ഹുസൂർ പറയുന്നു, ഹജ്ജിന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഉദാഹരണങ്ങൾ നൽകിയിരിക്കുന്നത്. കാരണം ഹജ്ജിന്റെ വലിയ ലക്ഷ്യം ദേശീയമായ ഭിന്നതകൾ ഇല്ലാതാക്കി ഐക്യവും സ്നേഹവും ഊഷ്മളമായ ബന്ധങ്ങളും വളർത്തുക എന്നുള്ളതാണ്. അടുത്ത ആയത്തിൽ പറയുന്നു, അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ ജീവനെ വിൽക്കുന്ന ചിലരും മനുഷ്യരിലുണ്ട്. അള്ളാഹു തൻ്റെ അത്തരം ഭക്തദാസരോട് ഏറെ കരുണയുള്ളവനാണ്. ഇവിടെ ഈ ഉദാഹരണത്തിൽ വിവരിക്കുന്നത്, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും വകവെക്കാത്ത ചില ആളുകളുണ്ട് എന്നാണ്. എന്ന് മാത്രമല്ല, അവർ ആ ജീവനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയർപ്പിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിന് വേണ്ടി സ്വന്തം ജീവൻ പോലും ബലി നൽകാൻ തയ്യാറായവർക്ക് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാൻ സാധിക്കുക? ഈ ഉദാഹരണം നൽകിക്കൊണ്ട് അള്ളാഹു ശ്രദ്ധ ക്ഷണിക്കുന്നത്, നിങ്ങൾ രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിൻ്റെ, അതായത് സ്വയം സമർപ്പിക്കുന്നവരുടെ മാർഗം സ്വീകരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ കലഹങ്ങളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക. മാത്രമല്ല, അള്ളാഹുവിൻ്റെ പ്രീതിക്കായി നിങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുകയും ചെയ്യുക. അടുത്ത ആയത്തിൽ പറയുന്നു, വിശ്വാസികളെ നിങ്ങളെല്ലാവരും സമ്പൂർണമായ അനുസരണ വൃത്തത്തിൽ പ്രവേശിക്കുക. ശൈത്താൻ്റെ കാലടികളെ നിങ്ങൾ പിന്തുടരരുത്. നിശ്ചയമായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്. ഈ ആയത്തിന് ഹുസൂർ തിരുമനസ് രണ്ട് അർത്ഥങ്ങൾ നൽകുന്നുണ്ട്. ആദ്യത്തെ അർത്ഥം അനുസരിച്ച് നിങ്ങളെല്ലാവരും ചേർന്ന് ഇസ്ലാമിൽ പ്രവേശിക്കുക. അതായത് നിങ്ങളുടെ കൂട്ടത്തിൽ അനുസരണക്കേട് കാണിക്കുന്നവരോ കലാപമുണ്ടാക്കുന്നവരോ ആയി ഒറ്റപ്പെട്ട വ്യക്തികൾ പോലും ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ അർത്ഥം, നിങ്ങൾ ഇസ്ലാമിനെ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ സ്വീകരിക്കുക. അതായത് ഒരു കൽപ്പന പോലും നിങ്ങളുടെ ഭാഗത്തു നിന്നും ലംഘിക്കപ്പെടാൻ പാടില്ല. ഓരോ വിശ്വാസിയിൽ നിന്നും അള്ളാഹു ആഗ്രഹിക്കുന്ന ത്യാഗം ഇതാണ്. മനുഷ്യൻ തൻ്റെ സകല ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും താല്പര്യങ്ങളും ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കണം. തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കരുത്, മറിച്ച് ദൈവഹിതം എന്താണോ അതനുസരിച്ച്
പ്രവർത്തിക്കുക. ആയത്തിന്റെ അവസാനത്തിൽ പറയുന്നു, വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. നിങ്ങൾ ശൈത്താന്റെ കാലടികളെ പിന്തുടരരുത്, കാരണം അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. ഈ വചനത്തിൽ ഖുതുവാത്ത് എന്ന പദം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിശാച് ഒരിക്കലും മനുഷ്യനെ പെട്ടെന്ന് ഒരു വലിയ പാപത്തിലേക്ക് നയിക്കുന്നില്ല, മറിച്ച് അവൻ പടിപടിയായിട്ടാണ് വഴിപിഴപ്പിക്കുന്നത്. അവനൊരു വ്യക്തിയെ ആദ്യം ചെറിയ തിന്മയിലേക്ക് പ്രേരിപ്പിക്കും. അവൻ ആ കാലടി വെച്ച് കഴിഞ്ഞാൽ അടുത്തതിലേക്കും നയിക്കും. ഇത്തരത്തിൽ പതുക്കെ പതുക്കെ വലിയ പാപങ്ങളിലേക്ക് അത് അവനെ ചെന്നെത്തിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു ഇവിടെ ഉപദേശിക്കുന്നത്, നിങ്ങൾ ചില കൽപ്പനകൾ മാത്രം പ്രവർത്തിക്കുകയും ബാക്കിയുള്ളവ അവഗണിക്കുകയും ചെയ്തിട്ട് ഞങ്ങൾ പൂർണ്ണ മുസ്ലിങ്ങളാണെന്ന് കരുതി സമാധാനിക്കരുത്. ഇത് ശൈത്താന്റെ ഒരു ദുർബോധനമാണ്. നിങ്ങൾ ദൈവിക കൽപ്പനകൾ ഇത്തരത്തിൽ അവഗണിച്ചു കൊണ്ടിരുന്നാൽ പതുക്കെ പതുക്കെ നിങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കൽപ്പനകളോടും നിങ്ങൾക്ക് മടുപ്പ് തോന്നും. അതിനാൽ നിങ്ങളുടെ പ്രവൃത്തികളെ സദാ നിരീക്ഷിക്കുകയും ശൈത്താന്റെ ദുർബോധനങ്ങളിൽ നിന്നും എപ്പോഴും അകന്നു നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.